ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ കൊടിക്കുന്നിൽ സുരേഷ് MP NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരെ കണ്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു കൂടിക്കാഴ്ച. NSS UDF-നെതിരെ പരസ്യമായ നിലപാടെടുത്ത ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് NSS ആസ്ഥാനത്തെത്തിയ സുകുമാരൻ നായരെ കണ്ടത്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, പ്രധാനപ്പെട്ട നേതാക്കൾ NSS ആസ്ഥാനത്തെത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി തന്നെ പിന്നീട് വന്നേക്കാം എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ കൊടിക്കുന്നിലിൽ എത്ര മണിയോടെയാണ് സുകുമാരൻ നായരെ കണ്ടത്? ആ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു? സ്മൃതി, ഈ കൊടിക്കുന്നിൽ സുരേഷും NSSുമായുള്ള ബന്ധം അത് വളരെ മികച്ച രീതിയിൽ തുടരുന്ന ഒരു ബന്ധമാണ് എന്നുള്ളതാണ്. വളരെ അടുത്ത സുകുമാരൻ നായരും ഒക്കെ തന്നെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിനു മുമ്പ് ആദ്യമായല്ല സുരേഷ് ഇത്തരം സന്ദർശനം നടത്തും, മുൻപും സന്ദർശനം നടത്തും. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ സുകുമാരൻ നായർ പ്രതികരിച്ച ശേഷം ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് എത്തുന്നത്. അതും വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന കൊടിക്കുന്നിൽ സുരേഷ് തന്നെ എത്തി എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരമാണ് കൊടിക്കുന്നിൽ സുരേഷ് NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ നേരിട്ട് കണ്ടത്. ഏകദേശം അരമണിക്കൂറിലധികം സമയം ഈ സന്ദർശനം നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇത്ര വലിയൊരു പ്രതിഷേധം അയ്യപ്പ സമൂഹത്തിൽ പങ്കെടുക്കാത്തതിന്റെ ഒരു പ്രതിഷേധമൊക്കെ പരസ്യമായി അറിയിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ കാര്യങ്ങൾ തന്നെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഈ അടുത്ത ബന്ധം, അതായത് കൊടിക്കുന്നിൽ സുരേഷ് വളരെ അടുത്ത NSSുമായി വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി അരമണിക്കൂറിലധികം സംസാരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സമവായം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലവിലെ NSSുമായുള്ള NSSന്റെ തുറന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരു മയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിലുണ്ടാവുക എന്ന് നമുക്ക് തീർച്ചയായും ഒന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ നേതാക്കൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിലായിട്ടായിരിക്കണം ഒരുപക്ഷെ ആ ഒരു നീരസം അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം കൊടിക്കുന്നിൽ സുരേഷ് തന്നെ നേരിട്ട് എത്തി സന്ദർശനം നടത്തിയത്. പിന്നീട് ഇനി മറ്റ് നേതാക്കളെ, അതായത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വളരെ അടുത്ത കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം ഇല്ലാതാക്കിയത് അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് അദ്ദേഹം സുകുമാരൻ നായർ പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ബന്ധങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഊട്ടിയുറപ്പിക്കുക, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ, അതായത് സ്വാഭാവികമായും നമുക്കറിയാം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്റെ നിലപാട് വിശദീകരിക്കുന്ന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും UDF-നെ കൊണ്ടുചെന്നെത്തിച്ചത് അത് NSSന്റെ നിലപാട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ ഒരു സന്ദർശനത്തെ അതിനെ കൃത്യമായി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും അത് ഒരു സമവാക്യം ഉണ്ടാക്കുക, NSSുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക, അതിലൊരു സമവായം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതാണ്. നമുക്ക് അല്പസമയം മുമ്പ് തന്നെ സുകുമാരൻ നായർ സഞ്ചരിച്ചപ്പോൾ തന്റെ രാഷ്ട്രീയ നിലപാട് താനത് വളരെ കൃത്യമായി മറ്റാരും വ്യക്തമാക്കുന്നതിലും വളരെ കൃത്യമായി വ്യക്തമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധങ്ങളെ വകവെക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ നേതാക്കൾ, അതായത് ആ ഒരു സാമുദായിക സംഘടനകൾക്കുള്ള സ്വാധീനം അത് എത്ര കണ്ട് ഈ വോട്ടിനെ സ്വാധീനിക്കില്ല എന്ന് പുറമെ പറഞ്ഞടിച്ചാലും അത് വോട്ടുകളെ സ്വാധീനിക്കും എന്ന ഭയം, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന ഭയം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമവാക്യങ്ങളിലേക്ക് കടക്കും എന്ന കാര്യം നമുക്ക് നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം തന്നെയാണ്. അതിലൊരു അത്ഭുതമോ അല്ലെങ്കിൽ പുതുമയോ ഇല്ല. എങ്കിലും ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. നേരിട്ടെത്തി ആസ്ഥാനത്ത്, NSSന്റെ ആസ്ഥാനത്ത്, നമ്മൾ ഈ പുറകിൽ കാണുന്ന ആസ്ഥാനത്ത് എത്തി തന്നെയാണ്